നിലമ്പൂർ നഗരസഭ ബോർഡ് യോഗത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തൽസ്ഥാനത്ത് നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ട് ഭരണകക്ഷിയായ LDF പ്രമേയം അവതരിപ്പിച്ചു. എതിർപ്പുമായി UDFും BJPയും. കോൺഗ്രസ് BJP എതിർപ്പിനിടയിൽ പ്രമേയം പാസാക്കി. CPI ജില്ലാ കമ്മിറ്റി അംഗവും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PM ബഷീറാണ് ഗവർണറെ തൽസ്ഥാനത്ത് നിന്നും നീക്കണം എന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചത്. ചെയർമാൻ, വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ LDF അംഗങ്ങൾ പ്രമേയത്തെ പിന്താങ്ങി. കേരളത്തിലെ നിലവിലെ പ്രശ്നങ്ങൾക്ക് മുഖ്യമന്ത്രിയും ഗവർണറും ഒരുപോലെ പങ്കാളിയാണെന്നും ഗവർണറെ മാത്രം തൽസ്ഥാനത്ത് നിന്ന് നീക്കുന്നതിൽ കാര്യമില്ലെന്നും മുഖ്യമന്ത്രിയെ നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം കൊണ്ടുവരണമെന്ന് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബും UDF അംഗങ്ങളും ആവശ്യപ്പെട്ടു. ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് കളിക്കുന്ന രാഷ്ട്രീയ നാടകമാണ് നിലവിൽ കാണുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും ജനാധിപത്യ വിരുദ്ധ നിലപാടിൽ കോൺഗ്രസിനും UDFിനും കടുത്ത പ്രതിഷേധമുണ്ട്. ഗവർണറുടെ പല നിലപാടുകളോടും ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെതിരെ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള പ്രമേയങ്ങൾ അല്ലെങ്കിൽ ബില്ലുകൾ ഒപ്പിടാതെ വെക്കുന്ന ഗവർണറുടെ നടപടി ഒരു കാര്യത്താലും അംഗീകരിക്കാൻ കഴിയില്ല. തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനാണ് മേൽക്കോയ്മ. ആ മേൽക്കോയ്മയെ ഇല്ലാതാക്കാൻ ഇവിടെ ഈ പറയുന്ന ഗവർണർക്ക് അധികാരമല്ല. പക്ഷേ ഗവർണറും മുഖ്യമന്ത്രിയും ഒരുപോലെ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് പ്രമേയം കൊണ്ടുവരുമ്പോൾ പ്രമേയ അവതാരകനും പിന്താങ്ങുന്ന ആളുകളും ഇവിടെ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കെതിരെ കൂടി നടപടിയെടുക്കണമെന്നാണ് കോൺഗ്രസ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിലമ്പൂർ നഗരസഭയുടെ പ്രമേയത്തെ കാര്യമായി എടുക്കുന്നില്ലെന്ന് BJP അംഗം MK വിജയനാരായണൻ പറഞ്ഞു. കോൺഗ്രസ് BJPക്കൊപ്പമാണെന്ന് LDF, CPM BJPക്കൊപ്പമാണെന്ന് കോൺഗ്രസും പറയുമ്പോൾ ഇരുകൂട്ടരും ഇത്രയും BJPയെ സ്നേഹിക്കരുതെന്ന് BJP അംഗം പറഞ്ഞു. ഗവർണർക്കെതിരെയുള്ള പ്രമേയത്തെ കാര്യമായി എടുക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുനിസിപ്പാലിറ്റി കൗൺസിൽ യോഗത്തിൽ ബഷീർ എന്ന് പറയുന്ന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവതരിപ്പിച്ചിട്ടുള്ള പ്രമേയം എല്ലാ അർത്ഥത്തിലും നിഷേധിക്കുകയും എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ കേരളം എന്ന നമ്മുടെ സ്റ്റേറ്റിൽ ഇടതുപക്ഷം പറയുന്നു കോൺഗ്രസ് BJPയുടെ കൂടെയാണെന്ന്, കോൺഗ്രസ് പറയുന്നു ഇടതുപക്ഷം BJPയുടെ കൂടെയാണെന്ന്. ഇവർ രണ്ടു കൂട്ടരും കൂടി ഇങ്ങനെ സ്നേഹിച്ചിട്ട് വലുതാക്കിയാൽ ഇനി ഇവിടെ അധികാരത്തിൽ വരാൻ വലിയ താമസമില്ല എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം രണ്ടു കൂട്ടർക്കും പേടി BJPനെ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. LDFിലെ 22 അംഗങ്ങളും പ്രമേയത്തെ അനുകൂലിച്ചു. പ്രമേയത്തെ അനുകൂലിക്കുവാൻ കഴിയില്ലെന്ന നിലപാട് UDF സ്വീകരിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ കൂടി പ്രമേയം കൊണ്ടുവരികയാണെങ്കിൽ അനുകൂലിക്കാമെന്ന് UDF അറിയിച്ചു. ഗവർണർക്കെതിരെയുള്ള പ്രമേയത്തെ കോൺഗ്രസ് എതിർത്തത് ഖേദകരമാണെന്ന് നഗരസഭ ചെയർമാൻ മാട്ടുമ്മൽ സലീം പറഞ്ഞു. ജനാധിപത്യത്തെയും ഭരണഘടനയെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട് പ്രതിഷേധാർഹമാണ്. ഇനിയൊരു നിമിഷം പോലും അധികാരത്തിൽ തുടരുവാനുള്ള ധാർമ്മിക അവകാശം ഗവർണർക്കില്ല. ഇതിനാലാണ് നഗരസഭ ബോർഡ് യോഗത്തിൽ ഗവർണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചതെന്നും ചെയർമാൻ പറഞ്ഞു. പ്രമേയത്തെ അനുകൂലിക്കേണ്ട കോൺഗ്രസ് പ്രമേയത്തെ എതിർത്തത് ഖേദകരമാണെന്നും ചെയർമാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ പൈതൃകവും നമ്മുടെ സാംസ്കാരിക തനിമയും ചോദ്യം ചെയ്ത് നമ്മുടെ ഈ നാട്ടിലെ വിദ്യാർത്ഥിനികളെ ആകെ അപമാനിക്കുന്ന രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ച് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയെ തെറി വിളിച്ച് ഈ നാട്ടിലെ ക്രമസമാധാനവും സന്തോഷവും തകർക്കത്തക്ക രീതിയിൽ പെരുമാറുന്ന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണം എന്ന പ്രമേയം ഇന്ന് നിലമ്പൂർ നഗരസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, നമ്മുടെ വിദ്യാർത്ഥിനികളും സാംസ്കാരിക നായകന്മാരും നമ്മുടെ മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തിയ മഹാരഥന്മാർ ഉഴുതുമറിച്ച് കേരളത്തിൻ്റെ പൈതൃകം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെ ചോദ്യം ചെയ്ത് ഭരണഘടനയെ പോലും വെല്ലുവിളിച്ച് പ്രോട്ടോകോൾ പോലും തെറ്റിച്ച് ഈ കേരളത്തെ അപമാനിക്കുന്ന ഒരു വ്യക്തിയെയാണ് തിരിച്ചു വിളിക്കണമെന്ന് ഒരു ജനാധിപത്യ സർക്കാർ മുനിസിപ്പാലിറ്റി ആവശ്യപ്പെടുന്നു. ആ പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം ബഹുമാന്യനായ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ
കൗൺസിലർമാരുടെ എല്ലാവരും ഒരുമിച്ച് ഇത് പാസ്സാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ട്. ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ BJP അംഗവും അതുപോലെ തന്നെ കോൺഗ്രസ് അംഗങ്ങളും ഒരേപോലെ ഇതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PM ബഷീർ, കക്കാടൻ റഹീം എന്നിവരും UDF നിലപാടിൽ പ്രതിഷേധം അറിയിച്ചു.